അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാവരോടും ചോദിച്ചാലും പെട്ടെന്ന് അറിയാത്തൊരു വിഷയമാണത്. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അന്തം വിട്ട് നോക്കിയിരിക്കും. ഈമാൻ എന്താണെന്ന് ചോദിച്ചാലും ഇങ്ങനെ അന്തം വിട്ടിരിക്കും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ അൽ ഇൻഖിയാദു ലി അവാമിരില്ലാഹി വജിത്തിനാബി നവായിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുക, അവൻ വിരോധിക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ ഡെഫിനിഷൻ. അപ്പോഴാണ് അവനൊരു യഥാർത്ഥ മുസ്ലിമായി തീരുന്നതെന്നർത്ഥം. പേര് വെച്ചുകൊണ്ട് എന്താവില്ല, മുസ്ലിം ആവില്ല. ഈ പച്ച ഷർട്ടിട്ട് ലീഗാവൂല, ചുവപ്പ് ഷർട്ടിട്ടു എന്ന കാരണത്താൽ മാർക്സിസ്റ്റ് ആകൂല, കതർ ഷർട്ടിട്ടു എന്ന കാരണത്താൽ കോൺഗ്രസ് ആകൂല. മറിച്ച് ഈ പച്ചയുടെയും കതറിൻ്റെയും ചുവപ്പിൻ്റെയും ഒക്കെ ആശയം, ആദർശം ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ അതൊക്കെ ആയിത്തീരുന്നതെന്ന പോലെ ഇസ്ലാമിൻ്റെ പേര് വെച്ചു എന്ന കാരണത്താൽ പേര് വിട്ടിട്ട് മുസ്ലിം ആകാൻ കഴിയില്ല. അവൻ മുസ്ലിം ആവില്ല. അത് കാനേഷുമാരി അതർബേക്കോട് കമ്മ്യൂണിറ്റിയിൽ മുസ്ലിമിൻ്റെ ഗണത്തിൽപ്പെടുമ്പോൾ അവൻ അങ്ങനെ എഴുതുന്നു എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ അടുക്കൽ മുസ്ലിം ആവണമെങ്കിൽ അൽ ഇൻഖിയാദു ലി അവാമിരില്ലാ വജിത്തിനാബി നവായി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്നർത്ഥം. അവൻ വിരോധിക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക, പാടില്ലെന്ന് റബ്ബ് പറഞ്ഞെടുത്ത് പോകാതിരിക്കുക, ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ബൗണ്ടറി. അപ്പോൾ അതിങ്ങനെ ചുറ്റും ബൗണ്ടറിയാണ്, ഒരു മതിൽ കെട്ടിക്കുകയാണ്. ആ മതിലിൻ്റെ ഉള്ളിലാണ് യഥാർത്ഥ മുസ്ലിം ജീവിക്കുക. അല്ലാത്ത നാമധാരി മുസ്ലിങ്ങളോ ആ മതിലൊക്കെ ചാടി പുറത്ത് കിടക്കും. ചിലപ്പോൾ മതിലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ചാടും, പിന്നെ അങ്ങോട്ട് തന്നെ പുറത്തും ചാടും. ഇങ്ങനെ പോകുന്നവരാണ്. അവൻ യഥാർത്ഥ മുസ്ലിമല്ല. പേരിൽ മുസ്ലിമാണ്, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമാണ്, കണക്കെടുപ്പിൽ മുസ്ലിമാണ്, അള്ളാഹുവിൻ്റെ അടുക്കലല്ല. അതുപോലെ തന്നെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? തസ്ദീഖുർ റസൂലി ബി കുല്ലി മാ ജാഅ ബി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപ്പടി അംഗീകരിക്കുക. അവിടെ പിന്നെ സയൻറ്റിഫിക്കൽ മാനങ്ങളൊന്നും നോക്കാനില്ല. സുപ്രീം അതോറിറ്റി റസൂലുള്ളാഹിക്ക് കൊടുക്കുക. റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ യക്ക് സംശയം, അതെന്താ അങ്ങനെ എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് ഈമാൻ്റെ ഭാഗമല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സ വാച കർമ്മണ അംഗീകരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് ഈമാൻ എന്ന് പറഞ്ഞാൽ. റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് ഈമാന് കുറവാണ്. ഈമാന് എന്തോ പന്തികേടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇസ്ലാം എന്താണെന്നും ഈമാൻ എന്താണെന്നും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നമ്മുടെ റൂട്ട് ക്ലിയറായി. ആ റൂട്ടിലൂടെ നമ്മളിങ്ങനെ പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ബെറ്ററാണ്. റസൂലുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടാൽ, ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർ ആരാ? ഈ ഉന്നതന്മാരായ വിശ്വഗ്വരന്മാർ, സയൻറ്റിസ്റ്റുകൾ, ബുദ്ധിജീവികളായ ഡോക്ടർ ജോർജ് ബെർണാഡ് അടക്കമുള്ള ആളുകൾ പറഞ്ഞെന്താ അറിയോ? മുഹമ്മദ് വാസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ആൾസോ ദി ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദി വേൾഡ്. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമല്ല, വേൾഡിൽ ഏറ്റവും വലിയ ഡോക്ടറാണ്. റസൂലുള്ള എന്തൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ചരിത്രങ്ങളുണ്ട്, സത്യങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അവിടെ പിന്നെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതങ്ങ് മാറ്റിവെച്ചിട്ട് പുതിയതിങ്ങനെ ഭൗതികമായിട്ട് ഓരോന്ന് എടുക്കുമ്പോൾ നമ്മുടെ കൽബിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, തസവ്വജു അൽ വുദൂദൽ ഉലൂദ്, അധികം പ്രസവിക്കുന്ന, അധികം ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണിനെ നിങ്ങൾ അന്വേഷിച്ച് കല്യാണം കഴിക്കണം. അവൾ ഉമ്മയിലേക്ക് നോക്കി, അവരുടെ പാരമ്പര്യം നോക്കി കല്യാണം കഴിക്കണം. എന്തിനാണത്? ഇന്നി അഫ്തഖിറു ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എനിക്ക് ഒരുപാട് സൈന്യം, എൻ്റെ സമൂഹം ഒരുപാടുണ്ടെന്ന് റബ്ബിൻ്റെ മുന്നിൽ എനിക്കൊന്ന് പറയാൻ, പവർ പറയാൻ. നിങ്ങൾ അധികം പ്രസവിക്കുന്ന പെണ്ണിനെ അന്വേഷിച്ച് കല്യാണം കഴിക്കണം. പക്ഷെ ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുച്ഛിക്കൂലേ?
എന്താ പറയണത്? കാരണം പോപ്പുലേഷൻ പ്രൊജക്റ്റ് അല്ലേ നമ്മുടെ ഇമാമ്, അവിടെ റസൂലുള്ളാഹി അല്ല. പോപ്പുലേഷൻ പ്രൊജക്റ്റ് പറഞ്ഞെന്താ? നാം രണ്ട് നമുക്ക് രണ്ട് അല്ലേ? അതല്ല, ഇപ്പം അതില്ല. ഇപ്പം നാം ഒന്ന് നമുക്കൊന്ന് എന്നാണ്. അപ്പം അടുത്ത് കേൾക്കാൻ നാം ഇല്ല നമുക്കില്ല. അപ്പോൾ പോപ്പുലേഷൻ പ്രൊജക്റ്റാണ് നമ്മുടെ ഇമാമ്. എന്താ കാരണം എന്നറിയോ? കുറച്ച് മക്കളുണ്ടായ പോറ്റാൻ സുഖല്ലേ എന്നാണ്. ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്. ഭക്ഷണം കൊടുക്കാൻ ജീവിതത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ട് നിങ്ങൾ മക്കളെ കൊന്നു കളയരുതേ. നഹ്നു നർസുക്കും വയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ ഞാനാണെന്ന് അള്ളാഹ് പറയാം. ഈ അള്ളാഹുവിൽ ശരിക്ക് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് എന്ത് ഇസ്ലാമാണ് അവരൊക്കെ? നമ്മളെ കഥ പറഞ്ഞ ഞാനടക്കം എന്ത് ഇസ്ലാമാണ് നമുക്കൊക്കെ ഉള്ളത്? എന്ത് ഈമാനാണ് നമുക്കൊക്കെ ഉള്ളത്? അള്ളാഹു തആല ഈമാനും ഇസ്ലാമും നല്ല നിലക്ക് ഉൾക്കൊണ്ട് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. പറയാൻ ഒരുപാട് പറയാണ്ട് നിർത്തുക. അസ്സലാമു അലൈക്കും.